ലെബനനിൽ നടുക്കിയ വോക്കി ടോക്കി സ്ഫോടനം ഉപയോഗിച്ചത് ഉഗ്ര സ്ഫോടക വസ്തുക്കൾ. PTN കണ്ടുപിടിക്കുക ഏറെ ദുഷ്കരം. പ്രതികാരാക്രമണമെന്ന നിലയിൽ ബുധനാഴ്ച ലെബനനിൽ പൊട്ടിത്തെറിച്ച ആയിരക്കണക്കിന് വോക്കി ടോക്കികളിലെ ബാറ്ററികൾ അടക്കം ചെയ്തിരുന്നത് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള രാസവസ്തുവായ PTN ആകാമെന്ന് സുരക്ഷാ വിദഗ്ധരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഈ സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കുക എളുപ്പമല്ലാത്ത വിധമാണ് അത് ബാറ്ററിയിൽ ചേർത്തിരുന്നത്. ചൊവ്വാഴ്ച പൊട്ടിത്തെറിച്ച പേജറുകളിൽ അടക്കം ചെയ്തിരുന്ന 3 ഗ്രാം സ്ഫോടക വസ്തുവും സുരക്ഷാ പരിശോധനയിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധമായിരുന്നു. ഹിസ്ബുള്ള അംഗങ്ങൾ പുതിയ പേജറുകൾ ലഭിച്ച ശേഷം പതിവ് പരിശോധനകൾ നടത്തിയിരുന്നു. അതിൽ അലാം ശബ്ദം ഉയരുമോ എന്നറിയാൻ വിമാനത്താവളത്തിൽ പേജറുമായി പോയിരുന്നുവെന്നും ലെബനൻ അധികൃതർ വെളിപ്പെടുത്തുകയുണ്ടായി. ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് പോയ ശേഷം ഇടയ്ക്ക് എവിടെയോ വെച്ചാകാം ഈ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചതെന്നാണ് നിലവിലെ നിഗമനം. ഇസ്രായേൽ ചാര സംഘടനയാണ് വിതരണ ശൃംഖല മുഴുവൻ ഉണ്ടാക്കിയതെന്ന ഊഹവും വളരെ ശക്തമാണ്. അതേസമയം പേജർ വിതരണ ശൃംഖലയിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നാണ് തായ്വാൻ ബൾഗേറിയ അധികൃതർ വ്യക്തമാക്കുന്നത്. പൊട്ടിത്തെറിച്ച പേജറുകളിൽ സ്ഫോടക വസ്തു എവിടെ വെച്ചു എന്നതും എങ്ങനെയാണ് പൊട്ടിത്തെറി സാധ്യമാക്കിയതും എന്നതിനെക്കുറിച്ച് ഇനിയും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നത് ഹംഗറി, ബൾഗേറിയ, തായ്വാൻ, നോർവേ, റുമാനിയ എന്നീ രാജ്യങ്ങളിലാണ്. വിവിധ സുരക്ഷാ സ്രോതസ്സുകൾ ഇസ്രായേലാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് ഉറപ്പിക്കുമ്പോഴും ഇസ്രായേൽ ഇതുവരെ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ലെബനനിൽ പ്രധാനപ്പെട്ട ഒരു സൈനിക നീക്കം നടക്കാൻ പോകുന്നുവെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെ ചൊവ്വാഴ്ച ഫോണിൽ വിളിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോയാവ് ഗലാന്റ് അറിയിച്ചിരുന്നു. എന്നാൽ ഈ വിശദാംശങ്ങളൊന്നും നൽകിയിരുന്നില്ലെന്ന് US അധികൃതർ വെളിപ്പെടുത്തി. അതേസമയം ഗാലന്റിന്റെ ഫോൺ സന്ദേശത്തിന് പിന്നാലെയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും തീവ്രവാദികളെ ഈ ആക്രമണത്തോടെ 6ാം നൂറ്റാണ്ടിലേക്ക് പിന്തള്ളിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. യാതൊരുവിധ ഇലക്ട്രിക് ഉപകരണങ്ങളും ഉപയോഗിക്കാനാകാത്ത അവസ്ഥ. ഇനി ധൈര്യമായി പ്രയോഗിക്കാനാകുന്ന ഏക ആയുധം അമ്പും വില്ലും മാത്രം.